students. Today I am discussing about the topic mechanism of photosynthesis. All of you know about what is meant by photosynthesis, what are the pigments involved in photosynthesis, what are the photosystem involved in photosynthesis. Okay, today we have to discuss about the mechanism of photosynthesis. What are the pigments involved in photosynthesis? Chlorophyll and carotenoids. Chlorophylls are chlorophyll A and B. Carotenoids are xanthophyll and carotene. In these pigments, out of these pigments, chlorophyll A is known as the reaction center and all other pigments are known as accessory pigments. What are the photosystem involved in photosynthesis? Photosystems are photosystem 1 and photosystem 2. Another one or more photosystems are also present, which is known as photosystem 870. But it is not present in plants, it is present in the chlorophyll of bacteria. Okay, what is meant by photosystem 1 or P700? P700, the chlorophyll A pigment, which has the ability to absorb the light radiations of about 700 nanometer wavelength. 700 nanometer wavelength ഉള്ള ലൈറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ഫോട്ടോസിസ്റ്റത്തിനെയാണ് ഫോട്ടോസിസ്റ്റം 1 ഓർ P700 എന്ന് പറയുന്നത്. P680 എന്ന് പറയുന്നത് എന്താണ്? 680 നാനോമീറ്റർ വേവ്ലെങ്ത് ഉള്ള സോളാർ റേഡിയേഷനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ക്ലോറോഫിൽ എനെ ആണ്, അല്ലെങ്കിൽ ഫോട്ടോസിസ്റ്റത്തിനെയാണ് ഫോട്ടോസിസ്റ്റം 2 ഓർ P680 എന്ന് പറയുന്നത്. അപ്പോൾ PS1 and PS2, P700 and P680 are involved in the photosynthesis of green plants. Okay, pigments chlorophyll A, chlorophyll B, xanthophyll, carotenoids are also contributed in the photosynthesis, and photosystem 1, photosystem R 2 also important photosystems in the photosynthesis. Okay, where is photosynthesis takes place? Photosynthesis, all of you know that photosynthesis takes place in green plants. Mesophyll cells എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. അതിൽ എന്താണ്? ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഉള്ളിലൊരു മെട്രിക്സ് ഉണ്ട്, അതിനെ സ്ട്രോമ എന്ന് പറയും. സ്ട്രോമയിൽ നിറയെ ഡിസ്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം, അതിന് തൈലക്കോയിഡ്സ് എന്ന് പറയാം. തൈലക്കോയിഡ്സ് വൺ അബോവ് ദി അതർ ആയിട്ട് ഒരു പില്ലർ പോലെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഗ്രാന എന്ന് പറയും. പിന്നെ എന്താണ്? ഈച്ച് തൈലക്കോയിഡ്സ് ഇൻ ഗ്രാനം ആർ ഇന്റർകണക്റ്റഡ് ബൈ സ്ട്രോമയിലാണല്ലേ. ഇത്രയും പാർട്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇൻ ദ ചാപ്റ്റർ സെൽ. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം ഇതിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ? ഫോട്ടോസിന്തസിസ് ഇസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എക്സെട്ര അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ ഉപയോഗിച്ചിട്ട് ഗ്രീൻ ലീഫിൽ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ട് സൂര്യൻ്റെ പ്രസൻസിൽ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് മെയിൻ സ്റ്റേജസ് ആയിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്: ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഫോട്ടോകെമിക്കൽ ഫേസ്. എന്താ ഫോട്ടോകെമിക്കൽ ഫേസ് എന്ന് പറഞ്ഞാൽ? ഹിയർ ഇൻ ദ ലൈറ്റ് റിയാക്ഷൻ പേരിൽ തന്നെ ഉണ്ട്. ലൈറ്റ് റിയാക്ഷൻ ഈസ് എ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ. ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷനാണ്. അത് നടക്കുന്നത് എവിടെയാണ്? ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് നമ്മുടെ എവിടെയാ? ക്ലോറോഫിൽ പിഗ്മെൻ്റ് ഉള്ള ഗ്രാനയിലും തൈലക്കോയിഡ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്, ഗ്രാനയിലുമാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഇത് ലൈറ്റിൻ്റെ പ്രസൻസിലാണ്, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോട്ടോകെമിക്കൽ ഫേസ്. എന്താണ് ഫോട്ടോകെമിക്കൽ ഫേസ് എന്ന് പറയാൻ കാരണം? Here photo means light energy is converted into chemical energy ATP. അതായത് ലൈറ്റ് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കെമിക്കൽ എനർജിയുടെ കെമിക്കൽ ആയിട്ടുള്ള സോഴ്സാണ് ATP, അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഫോട്ടോകെമിക്കൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് രണ്ട് സ്റ്റേജസ് ആയിട്ടാണ്.
ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻസ് എന്ന് പറയുക സ്റ്റേജസിനെ. ലൈറ്റ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഫോട്ടോകെമിക്കൽ ഫേസ് ആൻഡ് ഡാർക്ക് റിയാക്ഷൻ ഈസ് നോൺ ആസ് ബയോസിന്തറ്റിക് ഫേസ്. അപ്പോൾ ഫോട്ടോകെമിക്കൽ ഫേസിൽ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ദാറ്റ് മീൻസ് ATP ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലേ. ATP and also another one of the energy molecule NADPH is produced in the light reaction or photochemical phase. Using this ATP and NADP, the product of the photochemical phase, and carbon dioxide, ATP and NADP, carbon dioxide is fixed to form എന്താ അവരുടെ ഫുഡായിട്ടുള്ള ഗ്ലൂക്കോസ്. ഈ ഫുഡ് സിന്തസിസ് സ്റ്റേജ് സ്റ്റേജിനെയാണ് നമ്മൾ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് തൈലക്കോയിലും ഗ്രാനയിലല്ല, നമ്മുടെ എവിടെ വെച്ചിട്ടാണ്? സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ഇറ്റ് ഈസ് എ ലൈഫ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സ്. ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇതിനെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഫോട്ടോസിന്തസിസ് ഇസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ബൈ ഗ്രീൻ പ്ലാന്റ്, ദി പ്രസൻസ് ഓഫ് യൂസിങ് സൺലൈറ്റ്, യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, വിച്ച് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്, which takes place in the photosynthesis takes place in two stages. First stage is known as photochemical phase or light reaction. In this stage the light energy is converted into chemical energy ATP and NADPH are produced in this stage, which takes place in thylakoid and grana. And the second stage, biosynthetic stage, or which is also known as dark reaction, which takes place in ഇത് തൈലക്കോയിലും ഗ്രാനയിലാണെങ്കിൽ ബയോസിന്തറ്റിക് ഫേസ് നടക്കുന്നത് എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? സ്ട്രോമയിലാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലൈറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന ഓർ തൈലക്കോയിഡ്, ഡാർക്ക് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. In biosynthetic phase, ATP and NADP is produced in light reaction. Using this ATP and NADPH, the carbon dioxide is fixed to form the food glucose or carbohydrate. Okay, അതിനെയാണ് ബയോസിന്തറ്റിക് ഫേസ്. സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് is synthesis of a biomolecule carbohydrate takes place here. Hence this stage is known as biosynthetic phase, and which is a light independent reaction, hence it is known as a dark reaction. Okay, clear? Next we have to study about the photochemical phase or light reaction. Okay, in photochemical phase we already studied that. I already told that photochemical phase is a light dependent reaction which takes place in thylakoid and grana. Here light energy is converted into chemical energy or ATP is produced. ATP and NADPH also are produced here, and two more important products are formed here. H+ ions and oxygen, nascent oxygen, നമുക്ക് ശ്വസിക്കാനായിട്ടുള്ള ഓക്സിജൻ പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നത് അല്ലേ? പ്ലാന്റ്സ് ആണ് റിലീസ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. ഈ ഫോട്ടോസിന്തസിസിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോസിന്തസിസിലെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഫോട്ടോകെമിക്കൽ ഫേസിലാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഓക്സിജൻ ഉണ്ടാവുന്നത്? നമ്മൾ കഴിഞ്ഞ ഒരു സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷനിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് വഴി റിലീസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന ഓക്സിജൻ വരുന്നത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്, കാർബൺ ഡൈ ഓക്സൈഡിലെ ഓക്സിജൻ അല്ല. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് ഓക്സിജൻ ഏത് ലൈറ്റ് റിയാക്ഷനിൽ നടന്നിട്ട് എന്തുണ്ടാവുന്നു? ഓക്സിജൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ അയോൺസും ഇലക്ട്രോൺസും നെയ്സെൻ്റ് ഓക്സിജനും ഉണ്ടാകുന്നു. ഓക്കെ, ഇതിൽ H+ അയോൺസ് ഇത് എവിടെയായി പ്രോസസ്സ് നടക്കുന്നത്? തൈലക്കോയിഡിൽ അല്ലെങ്കിൽ ഗ്രാനയിലാണ്. ഈ H+ അയോൺസ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള H+ അയോൺസ് എവിടേക്ക് പോകുന്നു? തൈലക്കോയിഡിൻ്റെ ഇന്നർ ലുമണിലേക്ക് പോകുന്നു. മെമ്പറിൻ കടന്ന് ലുമണിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവിടെ പ്രിപ്പയർ ചെയ്ത ഓക്സിജൻ തൈലക്കോയിഡിൽ നിന്ന് പുറത്ത് വന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നു. അപ്പോൾ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ തൈലക്കോയിഡിൽ കൂടുന്നു. കാരണം ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് റിയാക്ഷൻ എന്നുള്ള സ്റ്റെപ്പിൽ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കുന്നതുകൊണ്ട് അവിടെ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ തൈലക്കോയിഡിൽ കൂടുതലാകുന്നു.
ഓക്കെ, ഇനി വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ ഫോട്ടോകെമിക്കൽ ഫേസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഫസ്റ്റ് വൺ ലൈറ്റ് അബ്സോർപ്ഷൻ ആണ്. നമുക്കറിയാം ഇറ്റ് ഈസ് എ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ ആണ്, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ക്ലോറോഫിൽ എ അല്ലേ, ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉള്ളത്, അതായത് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ഫോട്ടോസിസ്റ്റം 2 P680 ആൻഡ് ഫോട്ടോസിസ്റ്റം 1 P700 ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്, നമ്മുടെ ഫോട്ടോസിസ്റ്റം 2 ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ഇവിടെ വാട്ടർ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ലൈറ്റിൻ്റെ പ്രസൻസിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ അയോൺസും ഇലക്ട്രോൺസും നേസെൻ്റ് ഓക്സിജനും റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ വഴി മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ് ഓക്സിജൻ റിലീസ്. നാലാമത്തെ സ്റ്റേജാണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ലൈറ്റിൻ്റെ പ്രസൻസിൽ ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കൂടി ചേർന്നിട്ട് ATP ഉണ്ടാകുന്നു. അപ്പോൾ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നമ്മുടെ ഫോട്ടോകെമിക്കൽ ഫേസിൽ നടക്കുന്നത്? ലൈറ്റ് അബ്സോർപ്ഷൻ ഓഫ് photosystem 1 and 2 takes place. Splitting of water takes place. Splitting of water is associated with the photosystem 2 P680 and oxygen is released during the splitting of water, and photophosphorylation takes place. Photophosphorylation means addition of inorganic phosphate group to the ADP, adenosine diphosphate, to form ATP. Adenosine diphosphate, all of you know that. What is meant by ADP? ADP, adenine nitrogen bases plus 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുള്ള ഒരു മോളിക്യൂളാണ് അഡനോസിൻ ഡൈഫോസ്ഫേറ്റ്. അതിൻ്റെ കൂടെ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ആഡ് ചെയ്തിട്ട് ATP ഉണ്ടാകുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. ഫോട്ടോ മീൻസ് ലൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. 4 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ആണ്: ലൈറ്റ് അബ്സോർപ്ഷൻ, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ, റിലീസ് ഓഫ് ഓക്സിജൻ ആൻഡ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദി ഫോട്ടോകെമിക്കൽ ഫേസിൽ ഉള്ള 2 ഇമ്പോർട്ടൻ്റ് ഫേസസ്. നമ്മൾ പറഞ്ഞു ഫോട്ടോഫോസ്ഫോറിലേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ photochemical phase. There are 2 types of photophosphorylation takes place in light reaction. What are they? Non-cyclic photophosphorylation and cyclic photophosphorylation. About these steps, there are 2 types of photophosphorylation takes place: non-cyclic photophosphorylation and cyclic photophosphorylation. ഇത് രണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.